ഞങ്ങൾ ഈ വീക്കും എരുന്ത് വാരാൻ പോയിരുന്നു കേട്ടോ. കഴിഞ്ഞ വീക്കിൽ പോയപ്പോൾ ഞങ്ങൾക്ക് അധികമൊന്നും എരുന്ത് വാരാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ വെള്ളം കൂടിയ കാരണം ഞങ്ങൾ പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്ത്. ഈ വീക്ക് ഞങ്ങൾ ഉച്ചക്കണ്ടിട്ടാണ് പോയത്. അപ്പോൾ ബീച്ചിലൊന്നും വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എരുന്ത് വാരേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടോ. പെറുക്കി എടുത്താൽ മതിയെന്ന്. പിന്നെ കഴിഞ്ഞ വീക്കിൽ കിട്ടിയതിനേക്കായി ഒരുപാട് ഈ വീക്ക് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ അതിട്ട് കറിയും ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിരുന്നു. എരുന്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഉപ്പും വെള്ളമൊന്നും ചേർക്കേണ്ട. ഇത് വെന്ത് വരുമ്പോൾ തന്നെ ഇതിൽ ഉപ്പും വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് അതിന് കുറച്ച് വെള്ളമൊന്നും ഞാൻ മാറ്റി വെച്ചിരുന്നു. അതുപോലെ എരുന്തിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെച്ച്. ഇനി ഒരു തേങ്ങയിലേക്ക് പെരുംജീരകം, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി, വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് കറി റെഡിയാക്കാം. ഞാൻ നേരത്തെ കുറച്ച് വെള്ളം മാറ്റി വെക്കാൻ പറഞ്ഞില്ലേ എരുന്തിൻ്റെ, അത് ചട്ടിയിലേക്ക് ഒഴിച്ചെടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും മാങ്ങി എരുന്തൊക്കെ ഒരുമിച്ച് തന്നെ ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അത് കുക്കായി വരുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഉള്ളി തൂമിച്ചെടുക്കണം. ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിലൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ കറിയിലേക്ക് അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അടിപൊളി എരുന്ത് കറിയാണ്. ഈ ഒരു ഐറ്റം മാത്രം മതി ഇട്ട ചോറിലേക്ക്. ഒരുപാട് ചോറ് നമ്മൾ കഴിച്ച് പോകും. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയേ.